അടച്ചുറപ്പുള്ള വീടിനായി വിധവയുടെ കാത്തിരിപ്പിന് 10 വർഷം. കുമരമ്പത്തൂർ പഞ്ചായത്തിലെ മൈലാമ്പാടം പത്തുകുടിക്കുന്നിലെ പാർലി ആയിഷയാണ് വീടിനു വേണ്ടി കാത്തിരിക്കുന്നത്. നിലവിൽ തകർന്നു വീഴാറായ ഓടുവീട്ടിലാണ് ആയിഷ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഓട് ദേഹത്ത് വീണ ആയിഷയ്ക്ക് പരിക്കേറ്റിരുന്നു. ഭർത്താവ് മരിച്ചിട്ട് 10 വർഷമായി. മകന് കൂലിപ്പണിയിൽ നിന്നും കിട്ടുന്നതും ആയിഷ തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന വരുമാനവും കൊണ്ടാണ് കഴിയുന്നത്. ദൈനംദിന ചെലവ് കഴിഞ്ഞ് വീട് വയ്ക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല. 10 വർഷമായി വീടിനു വേണ്ടി പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും പോകാൻ തുടങ്ങിയിട്ട്. വീട് അനുവദിക്കാമെന്ന് പറയുന്നതല്ലാതെ ലഭിക്കുന്നില്ല. ഓരോ കാരണം പറഞ്ഞ് മടക്കി വിടുകയാണെന്ന് ആയിഷ പറയുന്നു. 10 കൊല്ലം എൻ്റെ മാപ്പ് മരിച്ചിട്ടാണ് ഈ 10 കൊല്ലം ഞാൻ പെരക്ക് എഴുതിയിട്ട്. ഇപ്പോൾ ഇക്കൊല്ലാണ് പെര പാസ്സായിക്കണു. തരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിടുകയാണ്. തരും എന്ന് പറയും. എന്നാൽ തരുമല്ലോ എന്നിട്ട് ഞാൻ പോയി പിന്നെയും പോരും. ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച കൊണ്ട് ഞാൻ പോയി അവിടെ ചെന്നപ്പോൾ ഒരു കാരണം NOC ശരിയല്ല, അതിട്ട് നിങ്ങളെ കയറ്റാൻ പറ്റില്ല, ശരിയാക്കിയിട്ട് വരുന്നതാണ്. എന്നിട്ട് പിന്നെ അതിന് പഞ്ചായത്തിൽ പോയി അത് ശരിയാക്കി പിന്നെ വീണ്ടും ബ്ലോക്കിൽ തന്നെ കൊടുത്ത് ഞാൻ പോകുന്നു. ഇനി വിളിക്കും എന്ന് പറയും. ഇനി വിളിക്കാതെ വരരുതെന്നും പറഞ്ഞപ്പോൾ അപ്പം ഇനി വിളിക്കാതെ ഞാൻ പോകണില്ല. പിന്നെ ഇന്ന് പോകാമെന്നാ എന്താ പറയുന്നത് നോക്കട്ടെ വെച്ചിട്ട് ചെന്ന് മലക്കം പറയുമ്പോൾ അപ്പോഴും പറയാം തരും വിളിക്കും വന്നാൽ മതി അറിയും. അങ്ങനെ കേട്ട് പോരാ. അങ്ങനെ ഇപ്പോൾ 3 മാസമായി നടക്കും. പേർക്ക് പാസ്സായിട്ട് 3 മാസം കഴിഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട്. അന്ന് തുടങ്ങിയ പോക്കന്നെ. പെര പൊട്ടികൊണ്ട് കജിൻ്റെ കൈപ്പായ്മൊക്കെ മുറിയായി. ഞാൻ അവിടെ ഇങ്ങനെ കുഞ്ഞൊന്നും കണ്ട് മുറ്റടിക്കുകയാണ്. അതിൽ ഓട് പൊട്ടി വീണത് ഞാൻ തന്നെ അറിഞ്ഞില്ല. വീട്ട് വന്ന് വേറെ കുട്ടീൻ്റെ അടുത്തുണ്ടായിരുന്നു. കുട്ടീനോട് കുട്ടിയെ ഓടിക്കുമെന്നാണ്. അപ്പോൾ കുട്ടി അങ്ങനെ ഓടിക്കഴിച്ചാൽ അടുത്തുള്ള കുട്ടിയായിരുന്നു, ചെറിയ കുട്ടിയാണ്. കുട്ടിയെ പെണ്ണെ ഓടിക്കളാ എൻ്റെ മേത്തും പൊങ്കും പറഞ്ഞപ്പോൾ ഓടിൻ്റെ കൈപ്പായിട്ട് ഇവിടെ വന്ന് മുറിയായി വറുകി ഇങ്ങനെ ചോര പൊട്ടാൻ തുടങ്ങി. മഴക്കാലത്തിന് മുമ്പ് വീട് അനുവദിച്ചില്ലെങ്കിൽ ഉള്ള വീടും തകർന്നു വീഴും. വീട് തകരുമെന്ന ഭയത്തെ തുടർന്ന് മാറി താമസിക്കുകയാണ്. 6 സെന്റ് സ്ഥലം ആയിഷയുടെ പേരിലുണ്ട്. അടിയന്തരമായി ലൈഫിൽ വീട് അനുവദിക്കണമെന്നാണ് ആയിഷയുടെ ആവശ്യം. നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് UGS ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.